ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഗൂഗിൾ ക്രോമിൽ നിർബന്ധമായും ഓഫ് ചെയ്യേണ്ട ചില സെറ്റിങ്സുകളെ കുറിച്ചാണ്. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനാദ്യമായി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന ആ 3 കുത്തുകളുണ്ടല്ലോ, അതല്ലെങ്കിൽ ചിലരുടെ ഫോണിൽ ഒരു ഡൗൺലോഡ് പോലത്തെ ഒരു ചിഹ്നമായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലത്തെ ഓപ്ഷനായ സൈറ്റ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ സൈറ്റ് സെറ്റിംഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഓപ്ഷൻസുകൾ വരും. ഇതിൽ നമ്മൾ കുറേ എണ്ണം ഓഫ് ചെയ്യാനുള്ളതാണ്. അതിൽ കുക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അത് അലോ ആയിരിക്കും. അത് നമ്മൾ ബ്ലോക്കായിട്ട് കൊടുക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ ഓഫ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റകളെല്ലാം ഈ കുക്കീസ് മുഖാന്തരം സേവ് ചെയ്യും. അവർക്ക് ആ കുക്കീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഹാക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അടുത്തതായിട്ട് അതിൻ്റെ താഴെ കാണുന്ന ആ ലൊക്കേഷൻ എന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലൊക്കേഷന് നമ്മളത് ഓൺ ആയിരിക്കും. അത് നമ്മൾ ഓഫ് ആക്കിയിട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ, ഇത് ഓണായി കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്ന സൈറ്റുകളൊക്കെ നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് ഓഫാക്കി കൊടുക്കുക. അടുത്തതായിട്ട് ക്യാമറയുടെ ഭാഗമാണ്. ക്യാമറയും ഇതുപോലെ ഓൺ ആയിരിക്കും. അതും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അടുത്തത് മൈക്രോഫോണാണ്. അതും ഓഫാക്കിയിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് വരുന്നതാണ് നോട്ടിഫിക്കേഷനും ഓൺ ആയിരിക്കും. അതും നമ്മൾ ഓഫാക്കി കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഏതെല്ലാം സൈറ്റിലാണോ പ്രവേശിക്കുന്നത് അതിൻ്റെ ആഡ്സുകളെല്ലാം നമ്മുടെ മൊബൈലിലോട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതിനാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഓഫാക്കി കൊടുക്കുന്നത്. അടുത്തത് പോപ്പപ്പ് ആൻഡ് റീഡയറക്ട്സ് എന്ന ഓപ്ഷൻസ്, അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതും നിങ്ങൾ ഓഫാക്കി കൊടുക്കുക. ഇതിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ ആ സൈറ്റിൽ നിന്നും നമ്മുടെ അനുവാദമില്ലാതെ റീഡയറക്റ്റ് ആയിക്കൊണ്ട് ഇതിലേക്ക് പ്രവേശിക്കുന്നത് തടയാനും ഇത് ഓഫ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. അടുത്തതായിട്ട് ആഡ്സ് എന്ന ഓപ്ഷൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതും നിങ്ങൾ ഓഫ് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന ഏതെങ്കിലും ആഡ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുമൂലം ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രൊട്ടക്റ്റ് കണ്ടൻറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അലൗഡ് എന്നായിരിക്കും. അത് നമ്മൾ മാറ്റിയിട്ട് ആസ്ക് ഫസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോട്ട് ബ്രൗസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ആസ്ക് ഫസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്റ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ ഓക്കെ കൊടുത്ത് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. പിന്നെ അടുത്തതായിട്ട് താഴെ ഒരു USB എന്നുള്ളൊരു ഓപ്ഷന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓണായിരിക്കും. അത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഡാറ്റകൾ ഏതെങ്കിലും USB കണക്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിളിലൂടെ നമ്മൾ ഡാറ്റകൾ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഈ USB നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മളിതിൻ്റെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മെയിൻ സെറ്റിങ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇവിടെ സേഫ്റ്റി ചെക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ചെക്ക് നൗ എന്നുള്ള ഒരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ വന്ന 3 എണ്ണം ചെക്ക്ഡ് ആണോ എന്ന് കാണിക്കാൻ പറ്റും. എൻ്റെ ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. 3 വരയിലും ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെക്ക്ഡ് ആണ്. അങ്ങനെ ചെക്ക്ഡ് അല്ലാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ അത് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിലായിരിക്കും. അത് നേരെ എടുത്തിട്ട് എൻഹാൻസ് പ്രൊട്ടക്ഷനിൽ കൊടുക്കുക. അപ്പോൾ എല്ലാം കറക്റ്റാകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഓഫ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.